മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റുന്ന ചില സംവിധായകരൊക്കെ ഓരോ കാലഘട്ടത്തിൽ പിറന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ചിത്തു മാധവൻ എന്ന സംവിധായകൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ വാക്കുകളാണ് ഓരോ പ്രേക്ഷകരും പങ്കുവയ്ക്കുന്നത്. കാരണം അവരുടെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്ന് തന്നിരിക്കുന്നത് ചിത്തു മാധവൻ എന്ന സംവിധായകനാണ്. രോമാഞ്ചവും ആവേശവും ഈ രണ്ട് ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഗംഭീര ഹിറ്റുകൾ സമ്മാനിച്ച ചിത്രങ്ങളാണ്. രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഇന്നുമുണ്ട്. അവർ എപ്പോഴും അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് രോമാഞ്ചത്തിന്റെ രണ്ടാം ഭാഗം. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഒരുക്കിയ ആവേശം അതിലും വലിയ ഹിറ്റായി മാറി. ഫഹദ് ഫാസിലിനെ റീ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ഗംഭീര റോൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ചിത്തു മാധവന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലാണ്. ഒരു വമ്പൻ സിനിമ തന്നെയാണ് അദ്ദേഹം ഒരുക്കാൻ പോകുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ ടീമുകളിൽ ഒന്നായ ഗോകുലം മൂവീസിന്റെ ഏറ്റവും വലിയ സിനിമ ഇതായി മാറുകയാണ്. ഏറ്റവും ഫോമിലുള്ള ഈ ജനറേഷന്റെ പൾസ് അറിയാവുന്ന സംവിധായകൻ കൂട്ടിന് ലാലേട്ടനും കൂടി വന്നാൽ എന്താകും സ്ഥിതി എന്നതാണ് പലരും ചിന്തിച്ചു കൂട്ടുന്നതും. ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ജിത്തു മാധവൻ എന്ന സംവിധായകന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മലയാളത്തിന് തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സ്റ്റാറിനെ വെച്ച് ഒരു ഗംഭീര സിനിമ ഒരുക്കാനുള്ള അവസരം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിക്കുന്നുമുണ്ട്, കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതുമുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സാക്ഷാൽ രംഗണ്ണനെ തന്നെ വീണ്ടും കൊണ്ടുവരാൻ പോവുകയാണ് ജിത്തു മാധവൻ എന്ന സംവിധായകൻ എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റും. ആവേശം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് ജിത്തു മാധവൻ. അതുകൂടാതെ ഒരു യങ് സ്റ്റാറിന് വേണ്ടി അദ്ദേഹം സ്ക്രിപ്റ്റും റൈറ്റ് ചെയ്യുന്നുണ്ട്. ചിദംബരം സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ചിത്രത്തിന് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ചിത്തു മാധവനാണ്. അദ്ദേഹത്തിന്റെ ഒരു സക്സസ്ഫുൾ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. അതും ഗംഭീര പ്രോജക്റ്റുകളുമായിട്ടാണ്. മോഹൻലാൽ വരുന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ ജനിപ്പിക്കുന്നത്. വലിയ പ്രൊഡക്ഷൻ ഹൗസിനൊപ്പം മോഹൻലാൽ എന്ന സ്റ്റാറിനെ കൂടി ചിത്തു മാധവന് കിട്ടുമ്പോൾ എങ്ങനെ അദ്ദേഹം മോഹൻലാൽ എന്ന താരത്തെ കൊണ്ടുവരും എന്നറിയാനുള്ള ആകാംക്ഷ. കൂടാതെ മോളിവുഡിന് തന്നെ പ്രസ്റ്റീജിയസ് ഡയറക്ടറുകളിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിത്തു മാധവൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഫഹദ് ഫാസിലിന്റേതായി നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ചില സിനിമകൾ മോളിവുഡിൽ സംഭവിക്കുന്നുണ്ട്. ഫഹദ് ഫാസിലിനെ നായകനാക്കി അൽതാഫ് സലീം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള തുടങ്ങിയവരും ഭാഗമാകുന്ന സിനിമയുടെ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാവ് ആഷിഖ് ഉസ്മാൻ. ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ് എന്നും മെയ് 16 ചിത്രം റിലീസ് ചെയ്യുന്നതിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. റൊമാൻസ് എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുതിര ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. 90 ദിവസമായി ബാംഗ്ലൂരിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും ഒരു 50 ദിവസത്തോളമുണ്ട്. മെയ് 16 റിലീസ് ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് ആഷിഖ് ഉസ്മാൻ പറഞ്ഞു. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയ്ക്ക് ശേഷം അൽതാഫ് സലീം ഒരുക്കുന്ന രണ്ടാം ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, വിനയ് ഫോർട്ട്, ലാൽ, രജ്ജി പണിക്കർ, റാഫി, ജോണി ആന്റണി, സുരേഷ് കൃഷ്ണ, നന്ദു, അനുരാജ്, ഇടവേള ബാബു, ബാബു ആന്റണി, വിനീത് ചാക്യാർ, സാഫ് ബോയ്, ലക്ഷ്മി ഗോപാലസ്വാമി, ആതിര നിരഞ്ജന തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ജോൻ ജോ, 18+ എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം റൊമാൻസിന്റെ ട്രെയിലറാണ് കഴിഞ്ഞ ദിവസം ഈ ടീം പുറത്തുവിട്ടത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രം വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി 14 തിയേറ്ററിലേക്ക് എത്തുന്നത്. 1.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ട്രെയിലർ മലയാള സിനിമയിലെ യൂത്ത് ഐക്കണുകളായ മാത്യു തോമസ്, അർജുൻ അശോകൻ, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ എന്നിവരെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിനു പപ്പുവിന്റെ ശബ്ദവും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. കലാഭൻ, ഷാജോൺ, ശ്യാം മോഹൻ എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. അഡിയോ അമിഗോ എന്ന ചിത്രത്തിന് ശേഷം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വരുന്ന ചിത്രമാണ് റൊമാൻസ്. ഒരു ഫുൾ ഫൺ വൈബിലെത്തുന്ന ചിത്രമാണെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട്.